കപ്പലുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഇടം, വടക്ക് നോക്കി യന്ത്രങ്ങൾ ഭ്രാന്തമായി വട്ടം കറങ്ങുന്ന, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കാതെയാകുന്ന, കപ്പലുകളെയും വിമാനങ്ങളെയും വിഴുങ്ങുന്ന ബർമുഡ ട്രയാങ്കിൾ. എവിടെയാണ് ബർമുഡ ട്രയാങ്കിൾ? എന്തുകൊണ്ടാണ് ഇവിടെ കപ്പലുകളും വിമാനങ്ങളും അപ്രത്യക്ഷമാകുന്നത്? നിഗൂഢമായ ഈ രഹസ്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയണ്ടേ? വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ സ്വതന്ത്രമായി നിർവചിക്കപ്പെട്ട ഒരു പ്രദേശമാണ് ബർമുഡ ട്രയാങ്കിൾ. ബർമുഡ ട്രയാങ്കിളിന്റെ കൃത്യമായ അതിരുകൾ പൊതുവായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല. മൊത്തം വിസ്തീർണം 5 ലക്ഷം മുതൽ 15,10,000 ചതുരശ്ര മൈൽ വരെയാണ്. എല്ലാ ഏകദേശ കണക്കുകളും അനുസരിച്ച് ഈ പ്രദേശത്തിന് അവ്യക്തമായ ഒരു ത്രികോണാകൃതിയുണ്ട്. 19-ാം നൂറ്റാണ്ട് മുതൽ ഏതാണ്ട് 20-ലധികം വിമാനങ്ങളും 50-ലേറെ കപ്പലുകളും നിരവധി മനുഷ്യരും ബർമുഡ ട്രയാങ്കിളിനടുത്ത് വെച്ച് അപ്രത്യക്ഷമായെന്നാണ് കണക്ക്. എന്നാൽ ഈ കപ്പലുകളുടെയോ വിമാനങ്ങളുടെയോ അവശിഷ്ടങ്ങളോ കാണാതായവരുടെ മൃതശരീരങ്ങളോ പോലും കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ടാണ് ബർമുഡ ട്രയാങ്കിൾ ഇന്നും ഒരു നിഗൂഢമായ പ്രദേശമായി നിലകൊള്ളുന്നത്. പതിറ്റാണ്ടുകളായി ഗവേഷകരെയും സാഹസികരെയും സാധാരണക്കാരെയും ഒരുപോലെ പേടിപ്പെടുത്തുന്ന ഒന്നായാണ് ബർമുഡ ട്രയാങ്കിളിനെ കണക്കാക്കുന്നത്. ഇവിടുത്തെ കഥകൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ക്രിസ്റ്റഫർ കൊളംബസിന്റെ ആദ്യ അമേരിക്കൻ യാത്രയിൽ വടക്ക് നോക്കി യന്ത്രം തെറ്റായ ദിശ കാണിച്ചതായും ആകാശത്തു നിന്നും ഒരു തീഗോളം കടലിലേക്ക് പതിച്ചതായും അദ്ദേഹം തന്റെ യാത്രാ വിവരണത്തിൽ പറയുന്നു. 1918-ൽ 306 യാത്രക്കാരുമായി കാണാതായ USS സൈക്ലോപ്സ്, 1941-ൽ കാണാതായ സഹോദര കപ്പലുകളായ പ്രോട്ടിയസ്, നേരിയസ്, 1963-ൽ അപ്രത്യക്ഷമായ ടാങ്കർ കപ്പൽ SS മറൈൻ സൾഫർ ക്യൂൻ എന്നിവയൊക്കെ ഇവിടെ കാണാതായ കപ്പലുകളിൽ ചിലത് മാത്രമാണ്. US നേവിയിലെ 5 ബോംബർ വിമാനങ്ങൾ ഫ്ലോറിഡയിലെ ഫോർട്ട് ലോഡർഡെയിലിൽ നിന്ന് പരിശീലന പറക്കലിനായി പുറപ്പെടുകയും യാത്രക്കിടെ ഈ പ്രദേശത്ത് വെച്ച് വിമാനങ്ങളുമായുള്ള ആശയവിനിമയം നഷ്ടപ്പെടുകയും ചെയ്തു. ആ വിമാനങ്ങൾ അപ്രത്യക്ഷമായതെങ്ങനെയെന്ന് ഇന്നും ആർക്കും അറിയില്ല. ബർമുഡ ട്രയാങ്കിളിലെ പ്രേതകഥകളെ ശാസ്ത്രലോകം തള്ളിക്കളയുന്നു. ചുഴലിക്കാറ്റുകൾക്കും ഉഷ്ണമേഖലാ കൊടുങ്കാറ്റുകൾക്കും സാധ്യതയുള്ള മേഖലയാണിതെന്നും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ശക്തമായ കൊടുങ്കാറ്റുകൾക്ക് വിമാനങ്ങളെയും കപ്പലുകളെയും തകർക്കാൻ കഴിയുമെന്നും ഒരു വിഭാഗം പറയുന്നു. എന്നാൽ യന്ത്ര തകരാറോ പൈലറ്റുമാരുടെയോ കപ്പിത്താന്മാരുടെയോ അശ്രദ്ധയോ ആകാമെന്നും മറ്റൊരു വിഭാഗം പറയുന്നു. 1970-ൽ ബ്രൂസ് ഗെർണോൺ ആണ് ബർമുഡ ട്രയാങ്കിളിൽ നിന്നും രക്ഷപ്പെട്ട വ്യക്തി. വിമാനത്തിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ വിചിത്രമായ ഒരു പ്രതിഭാസത്തിലൂടെയാണ് അവരുടെ വിമാനം കടന്നുപോയത്. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. എന്നാൽ ഇരുണ്ട നിറത്തിലുള്ള മേഘങ്ങൾ ഒരു തുരങ്കം പോലെ വിമാനത്തിനു ചുറ്റും കറങ്ങാൻ തുടങ്ങി. കൂടാതെ വിമാനത്തിലെ യന്ത്രങ്ങൾ പ്രവർത്തനരഹിതമാവുകയും ചെയ്തു. പക്ഷേ വെറും 45 മിനിറ്റ് കൊണ്ട് അദ്ദേഹം തന്റെ യാത്ര പൂർത്തിയാക്കി എന്നാണ് പറയുന്നത്. ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ചുള്ള പല വാദങ്ങളും നിലനിൽക്കുന്നുണ്ടെങ്കിലും ശാസ്ത്രീയമായി ഒന്നും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ബർമുഡ ട്രയാങ്കിൾ ഇന്നും നിഗൂഢമായി തുടരുന്നു.